സാർ എങ്ങനെയെങ്കിലും പ്ലീസ്. ഭാരതേ, സാർ ഞാൻ വിളിക്കാം. ഭാവനെ പിടിച്ച് ലോക്കപ്പ് ഇട്ടിട്ട് നീ ഇവിടെ അങ്ങനെ സൂഹിച്ചിരുന്നു. സേതോട്ടാ വരുമ്പോ എന്താ പറഞ്ഞത്? ഭരത്തിനെ കുറ്റപ്പെടുത്തരുതെന്നല്ലേ? കുറ്റപ്പെടുത്താൻ പിന്നെ ഞാനെന്താ ചെയ്യേണ്ടത്? ഏട്ടാ ഭാവനോട് നീ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഏട്ടാ ഇതൊരു ഓഫീസല്ലേ, ഒന്ന് പതുക്കെ സംസാരിക്കുക. അപ്പുറത്തെ ACP ഉള്ളതാ. കേക്കട്ടെ കേട്ടാ. ഇപ്പൊ എനിക്കെന്താ? എടാ നിന്റെ സ്വഭാവം എല്ലാവരും അറിയട്ടെ. സേതോട്ടാ ഒന്ന് സമാധാനപ്പെട്. ഭാവന ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ. അവളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തോ കാരണം കാണും. അതെന്താണെന്ന് നമുക്ക് ആദ്യം അറിയാം. ഭരത്തെ നീ വിഷമിക്കണ്ട. അല്പം മുമ്പ് ഞാൻ അങ്കിളിനെ വിളിച്ച് സംസാരിച്ചിരുന്നു. അവരുടെയൊക്കെ മുമ്പിൽ നീ ഇപ്പം നീതിമാനായ ഓഫീസറാണ്. അങ്ങനെയുള്ളൊരു പ്രവൃത്തിയാണ് നിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. എനിക്ക് അങ്ങനെയുള്ള പേരൊന്നും വേണ്ട ഏട്ടാ. ചേച്ചിയെ കസ്റ്റഡിയിലെടുത്ത ആ ശപിക്കപ്പെട്ട നിമിഷത്തെ ഞാനിപ്പോ വെറുക്കുന്നത്. ഭരതേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഭാവന ഇങ്ങനെ ലോക്കപ്പിൽ ഇട്ടേക്കാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ ഞാൻ ലോക്കപ്പിൽ കിടക്കാം. അവരെ വീട് കയറി തല്ലിയത് ഞാനാണെന്ന് എഴുതി തരാം. ഭാവന നീ ഇപ്പൊ പുറത്തു വിടും. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ഏട്ടാ. ചേച്ചി അവരുടെ വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയതിന്റെ CCTV ദൃശ്യവും കംപ്ലൈന്റിന്റെ ഒപ്പം തന്നിട്ടുണ്ട്. ആ നശിച്ച സാധനം തന്നെ ഭാവനയ്ക്കും വില്ലനായി. ഞങ്ങൾക്ക് ഭാവനയൊന്ന് കാണണം. എന്താ അതിനും ബുദ്ധിമുട്ടാണ്? അവിടെയുണ്ട്. ഓ ഏട്ടാ ഭരത്തെ, എനിക്ക് നിന്നെ മനസ്സിലാവും. ഭാവനയ്ക്ക് നിന്നെ മനസ്സിലാവും. നീ ചെയ്തതാണ് ശരിയെന്ന് അംഗീകരിക്കുന്നവർ അംഗീകരിച്ചാൽ മതി. മതിയായി ഏട്ടാ. ഒറ്റ ദിവസം കൊണ്ട് മതിയായോ? അതെ ഏട്ടാ, അങ്ങനെയുള്ള തലവിധിയല്ലേ എനിക്കുണ്ടായേക്കുന്നത്. നീ വിഷമിക്കണ്ട. ഞാൻ എന്തായാലും ഭാവനെ ഒന്ന് കാണട്ടെ. എന്നിട്ട് നമ്മുടെ അഡ്വക്കേറ്റിനെ ഒന്ന് കാണാം. എന്തെങ്കിലും ഒരു വഴി കണ്ടല്ലേ പറ്റൂ. ഏട്ടനെ അമ്മയും സേതുവേട്ടനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. എന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ജോലി രാജിവെക്കുക. വെറുതെ വിട്ടുതരം പറയാതെ എല്ലാം ശരിയാവും. നീ ഇവിടെ ഉള്ളതുകൊണ്ട് ഭാവന അത്രയും സേഫ് ആയിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ഭാവനെ ഒന്ന് കാണട്ടെ. ശരി ഏട്ടാ. ഒരു കാര്യമില്ലാതെ ഞാൻ അങ്ങനെ ചെയ്യുന്ന സേതുവേട്ടന് തോന്നുന്നുണ്ടോ? അതെന്താന്നൂടെ പറ. ഞാനിവിടെ അറിഞ്ഞിരിക്കട്ടെ. ഭാനു ആത്മഹത്യക്ക് ശ്രമിക്കുന്നു, നീ അവനെ വീട്ടിൽ കയറി തല്ലുന്നു. എന്താ ഇതിന്റെ അർത്ഥം? അത് മറ്റൊന്നും കൊണ്ടല്ല ഏട്ടാ. ഭാനുവിനെ പഠിക്കാൻ അനുവദിക്കില്ല എന്ന് അവൻ ഭീഷണിപ്പെടുത്തി. അത് അവനാണ് തീരുമാനിക്കുന്നത്. ഇത് തന്നെ ഞാനും അവനോട് ചോദിച്ചേ. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞപ്പോ വഴക്കായി ഞാൻ അവനെ തല്ലി. അവർക്ക് അത്രയും മതിയായിരുന്നു കേസ് കൊടുക്കാൻ. താൻ എവിടേക്ക് പോയപ്പോ എന്നോട് കൂടി ഒരു വാക്ക് പറയാറുന്നില്ലേ? ഞാൻ വരുമായിരുന്നല്ലോ തന്റെ കൂടെ. എങ്കിൽ പിന്നെ നന്നായിരുന്നേനെ. സൂര്യയും സേതുവേട്ടനും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ അവനെ കൊല്ലുമായിരുന്നു. അത്തരം വാക്കുകൾ അവൻ എന്നോട് പറഞ്ഞത് സൂര്യ. ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാം സൂര്യ. കോടതിയിൽ ഞാൻ പറഞ്ഞോളാം. കൊള്ളാം. അപ്പൊ നീ ഇതിനകത്ത് തന്നെ കിടക്കാൻ പോവാണോ? കിടക്കേണ്ടി വന്നാ കിടക്കല്ലേ സേതുവേട്ട വേണ്ടത്. കണ്ടോ, ഇവിടെ ധൈര്യം കണ്ടില്ലേ? ഇത് അങ്ങനെ കൈവിട്ട കളിയൊന്നും അല്ല സേതുവേട്ട. മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തു പോയതാ. ഇവന്റെയൊക്കെ വീട്ടിലേക്ക് ഭാനു കയറി ചെന്നുള്ള അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ നമ്മൾ അവളെ പറഞ്ഞു വിടുവോ സേതുവേട്ട? വല്യച്ഛൻ വന്ന് ഒരുപാട് വിഷമത്തോടെ സംസാരിച്ചിട്ട് പോയി. ഇന്ന് എന്നെയും കൊണ്ട് എവിടുന്ന് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അല്ല, എന്നിട്ട് വല്യച്ഛൻ എവിടെ? ഞങ്ങൾ കണ്ടില്ലല്ലോ. കുറച്ചു മുൻപ് ഇവിടെ ഉണ്ടായിരുന്നു. ഏട്ടാ, ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. സൂര്യ, ഭരത്തിനെ ഒരിക്കലും ആരും കുറ്റപ്പെടുത്തരുത്. അവനിപ്പൊ തന്നെ മാനസികമായിട്ട് നല്ലോണം തകർന്നിരിക്കുക. നമ്മളൊരിക്കലും ഭരത്തിനെ കുറ്റപ്പെടുത്തി ചിന്തിക്കില്ല ഭാവന. ഭരത്തിന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ. ഞാൻ എന്തായാലും അഡ്വക്കേറ്റിനെയും കൂട്ടി വരാം. അദ്ദേഹം ഇപ്പൊ കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ടാവും. സൂര്യ, എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലേ? ആര് പറഞ്ഞു ദേഷ്യമില്ലെന്ന്? തനിക്കിപ്പോ റെസ്റ്റ് വേണ്ട സമയമല്ലേ? അത് തന്നെ സൂര്യ ഞങ്ങളുടെ ടെൻഷൻ. ഇനി എന്തായാലും ആരുടെയെങ്കിലും ശക്തമായ ഇടപെടലില്ലാതെ തന്നെ ഇവിടെ നിന്ന് വിടുമെന്ന് തോന്നുന്നില്ല. ഞാനൊന്ന് ശ്രമിക്കാം, എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കട്ടെ.
ഞാനൊന്ന് പോയിട്ട് വരാം, നീ വിഷമിക്കണ്ട. സൂര്യ, നമ്മൾ വിചാരിച്ച പോലെ തന്നെ അവസാനം സംഭവിച്ചത്. അവൻ ഭാനുവിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചില വീഡിയോയും ഫോട്ടോസും ഒക്കെ ഭാനുവിന് അയച്ചു. അതുകൊണ്ടാണ് ഭാനു ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഈ വിവരം എന്നോട് ഭാനു പറഞ്ഞ നിമിഷം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോഴത്തെ ദേഷ്യത്തിന്റെ ഭർത്ത ഞാൻ പോയി അവന്റെ ഫോൺ തല്ലി പൊട്ടിച്ചത്. അപ്പൊ സംഗതി അവിടം വരെ കൊണ്ട് എത്തിച്ചല്ലേ? ഇനി എന്തൊക്കെ സംഭവിക്കുന്നു എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. സൂര്യ, ഇതുകൊണ്ടാണ് ഞാൻ അവനെ പോയി തല്ലിയതെന്ന് എനിക്ക് ആരുടെയും പറയാൻ പറ്റുമോ? എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നറിയാതെ ഞാനും ടെൻഷനിലായിരുന്നു ഭാവന. ഒരു കാര്യമില്ലാതെ താൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇത്രയും വിഷയമാണെന്ന് ഞാൻ കരുതിയില്ലായിരുന്നു. എന്തായാലും താൻ ധൈര്യമായിട്ടിരിക്കുക. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാനൊന്ന് പോയിട്ട് വരാം. എന്തായാലും തന്നെ ഇതിനകത്തിട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് പോവില്ല. മച്ചമ്പി, മച്ചമ്പി, ഇവിടെ ആരുമില്ലേ? പ്രസീതേ ജയ് ഇങ്ങോട്ട് വന്നേ. മച്ചമ്പിയെ മേളിൽ ഇരിക്കുവാണ്, ഇങ്ങോട്ട് ഇറങ്ങി വാ. ഒരു സന്തോഷ വാർത്തയോട്ട് ഇങ്ങോട്ട് ഇറങ്ങി വാ. എടി മനസ്സേ, ഇങ്ങോട്ട് ഇറങ്ങി വാടി. ഓ, ഇങ്ങോട്ട് വന്നേ, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങി വാ. എല്ലാരും ഇങ്ങോട്ട് വാ, പറയട്ടെ. നീക്കേ പറയാ. മച്ചമ്പി ഇങ്ങോട്ട് ഇറങ്ങി വാ. ഓ, ഇങ്ങോട്ട് ഓടി വാ മച്ചമ്പി. എല്ലാരോടും ഉണ്ടെങ്കിലേ എനിക്ക് ഒറ്റ പ്രാവശ്യം പറഞ്ഞാ മതിയല്ലോ. വാ. എന്താ ഏട്ടാ, എന്ത് വാർത്ത പറയാനുള്ളത്? ആ, നിന്റെ പുന്നാര മരുമോളുണ്ടല്ലോ ഭാവന, അവളിപ്പോ എവിടാന്നറിയാവോ? അവൾ എവിടെ ഉണ്ടായ ഏട്ടൻ എന്താ? ആ, എനിക്കൊന്നുമില്ല. പക്ഷേ നിനക്കും മച്ചമ്പിക്കും സൂര്യമോനും ഒക്കെ അതൊരു പ്രശ്നമാ. എന്താ പറഞ്ഞ തലക്കേ ഇയാളിങ്ങനെ കിടന്ന് ബഹളം വയ്ക്കാതെ കാര്യം വെച്ചാ പറയേ. ഓ, എന്നാ പറയാ. ഭാവന ഇപ്പോഴേ പോലീസ് സ്റ്റേഷനിലാ. പോലീസ് സ്റ്റേഷനിലാ? എന്താ മച്ചമ്പി, വിശ്വാസം വരുന്നില്ലേ? അജയ, വെറുതെ അനാവശ്യം പറയരുത്. എനിക്കങ്ങനെ ഇല്ലാത്ത കാര്യം പറയേണ്ട കാര്യമില്ല മച്ചമ്പി. നല്ല വ്യക്തമായിട്ട് അറിഞ്ഞതിന് ശേഷമാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അച്ഛാ, ഭാവന എന്തിനാ പോലീസ് കൊണ്ടുപോയത്? ഗുണ്ടായിസം കാണിച്ചതിന്. ഗുണ്ടായിസോ? ഭാവനയുടെ ഏതോ ഒരു ബന്ധുവിന്റെ വീട്ടിൽ കയറി ഭാവനെ അടിയുണ്ടാക്കിയതിന്റെ പേരിലാ ഭാവന ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവക്കല്ലെങ്കിൽ ഒരു എല്ല് കൂടുതലാണല്ലോ. ആ